പ്രിയപ്പെട്ടവരെ, സൈക്കോ ആൻഡ് ലോജിക്കൽ ഇറ്റ് മീൻസ് ഏതൊരു അടിസ്ഥാന തത്വത്തിൻ്റെയും പുറകിൽ ആവശ്യങ്ങളാണ്. അത് വിവാഹമായിക്കോട്ടെ, മതമായിക്കോട്ടെ, ഈ ലോകത്ത് മനുഷ്യ സഹജമായ എല്ലാ ഇമോഷൻസും വികാരങ്ങളിൽ മുഴുവനും ആവശ്യങ്ങളാണ്. ആവശ്യങ്ങളില്ലാത്തിടത്ത് ഒരു സ്നേഹവുമില്ല. പിന്നെ ഉള്ളത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയിലൂടെ മുന്നേറി വന്നവർക്ക് ഉണ്ടാകുന്ന മാനസിക വേദന. വന്ന വഴി പട്ടിണി കിടന്ന് വന്നവൻ പട്ടിണി കിടക്കുന്ന ഒരാളെ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാക്കിയേക്കാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലൂടെയുള്ള ഒരു മനുഷ്യത്വ സഹജമായ ഒരു സൈക്കോ ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരിക്കാം. പിന്നെ ഇപ്പോൾ നിലവിൽ മനുഷ്യൻ എല്ലാം പണത്തിന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും, ഇനിയിപ്പോൾ എന്ത് ലോജിക്ക് ഇതിൽ പറഞ്ഞാലും മനുഷ്യന് അത്യാവശ്യം പണം തന്നെയാണ്. ആ പണമില്ലെങ്കിൽ അവനൊരു വിലയില്ല എന്നുള്ള സത്യം അവൻ ആദ്യമേ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവൻ പണമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിച്ചും വീട് ഉപേക്ഷിച്ചും ഭാര്യയെ ഉപേക്ഷിച്ചും മക്കളെ ഉപേക്ഷിച്ചും പ്രവാസിയായി പോയും ദൂരങ്ങൾ താണ്ടിയും ഒരുപാട് പണത്തെ ശേഖരിക്കാൻ തേനീച്ചയെ പോലെ നിരവധി ദൂരം സഞ്ചരിച്ച് മനോഹരമായ ഒരു തേൻ കണമാകാൻ അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. സുഖവും ദുഃഖവും സന്തോഷവും ആഹാരവും ഒരുമിച്ചിരുന്ന് കഴിക്കുക. മരണാസന നിമിഷങ്ങളിൽ സ്വന്തം മക്കളുടെ ഒരു ഉമ്മ വാങ്ങിക്കൊണ്ട് നമ്മൾ ആ വെള്ളത്തുണിയിലേക്ക് മടങ്ങുക. ഇതൊരു ജനറേഷൻ്റെ ഒരു എത്തിക്സാണ്. നമ്മളെല്ലാവരും പണത്തിന് വേണ്ടി മക്കളെ പഠിപ്പിച്ച് പല ദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. അവസാനം ആ മക്കളില്ലാതെ നമ്മൾ പട്ടിയെ പോലെ മരിക്കുന്നു. ആരാണ് ശരി? പ്രകൃതിയോ പണമോ ദൈവമോ നരകമോ സ്വർഗമോ ലോകമോ ജീവിതമോ? ഇൻ്റലിജൻസ്, ഇൻ്റൽ മീൻസ് ബ്രെയിൻ, സെൻസ് മീൻസ് പ്രാക്ടിക്കൽ സെൻസ്, ഇറ്റ് മീൻസ് കോമൺ സെൻസ്. കോമൺ സെൻസ് ഇഫ് നോട്ട് ഫങ്ഷൻ ഇറ്റ് മീൻസ് ബിക്കം ഫൂൾസ്. നമ്മൾ ഫൂളാക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു സെൻസ്. ഡിസിഷൻ മേക്കിംഗ് വീക്ക്നെസ്. ഒരാൾ ആ ഒരു യെസ് പറഞ്ഞാൽ അതിൽ 1000 യെസ്സുകളും ഒരു യെസ് ഉണ്ടാവണമെന്നില്ല. ശരിയായ യെസ്സിനെ പഠിക്കുക. ജീവിതത്തെ കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്യുക. ആ ഫിൽട്ടറൈസേഷനിലൂടെ മുന്നേറുക. പണമുണ്ടാക്കുന്നതും പണം സമ്പാദിച്ച് ലക്ഷറിയായിട്ട് ജീവിക്കുന്നതുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായ ഒരു മനുഷ്യൻ. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടാവുക. എങ്ങനെ ആ സ്നേഹം? എങ്ങനെ? യാതൊരു ഡിമാൻഡ്സുമില്ലാതെ, യാതൊരു ആവശ്യങ്ങളുമില്ലാതെ തരുന്ന സ്നേഹം തൂവെള്ള വെണ്ണയായി അത് രുചിക്കാൻ കിട്ടുക. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല. നമ്മൾ എന്ത് വെട്ടിപ്പിടിച്ചാലും 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ, ഞാനിത് ഒരു കംപ്ലീറ്റ് അനാട്ടമി പഠിച്ച ഒരാളാണ്. കംപ്ലീറ്റ് ഞാൻ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. അതൊക്കെ കോഴിയുടെ ഇത് ഈ മാങ്ങുന്നയില പോലെ മറ്റേ ലിവറൊക്കെ നിലച്ച പോലെ ഇട്ട് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ അങ്ങനെ തന്നെ സ്റ്റോക്കേഷൻ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. സന്തോഷമായിട്ട് ജീവിക്കുക. അതിനോളമൊക്കുന്ന ഒരു പണിയില്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടി നീ എങ്ങനെ ജീവിച്ചു, ഞാൻ എൻ്റെ ശരീരമാകുന്ന ഈ ശരീരത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു ഇല്ലയോ? ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. താങ്ക് യു സോ മച്ച്. ഡെന്നിസ് തിയറി TM.